ഗുഡ് മോർണിംഗ്. തേർഡ് സെമസ്റ്ററിൻ്റെ ബിസിനസ് റെഗുലേഷൻ എന്ന പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സിലബസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സിലബസിൽ 5 മൊഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ലോൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ബിസിനസ് ലോ എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ലോ എന്നുള്ളതൊന്ന് നോക്കാം. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആണ്. Used to regulate the conduct of members in a society. That means these are rules used to regulate conduct of members in a society. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓരോരുത്തരുടേതായ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ എല്ലാവർക്കും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല രീതിയിൽ റൂളുകൾ, ഓർഡിനൻസ്, ഇൻഫോർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗവൺമെൻറ് പാസ് ചെയ്യുന്ന ഓർഡിനൻസ്, റൂൾസിനെ എല്ലാമാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഗവൺമെൻറ് പാസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമൊക്കെ നമുക്ക് ലോ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് അത് റോഡിൻ്റെ ഇടതുവശത്ത് കൂടി മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ പറയുന്നത് ഒരു റൂളാണ്. ഇങ്ങനെ നമ്മൾ എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ലോ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആക്ട് പാസ്ഡ് ബൈ ലെജിസ്ലേച്ചർ ആൻഡ് അസെൻറ്റഡ് ടു ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓർ ഗവർണർ ഓഫ് സ്റ്റേറ്റ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റാണ്. എങ്ങനെയുള്ള ആക്റ്റാണ്? ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള ആക്റ്റാണ്. ഈ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള ആക്ട് ഒന്നല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഒരു ആക്ട് പാസ്സാക്കുന്നതെങ്കിൽ അത് സ്റ്റേറ്റ് ഗവർണറോ, ഇനി സെൻട്രൽ ഗവൺമെൻറ്റാണ് ആ ആക്ട് പാസ്സാക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രസിഡൻറ്റോ സൈൻ ചെയ്തിരിക്കണം. ഇങ്ങനെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഗവർണറോ സൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ലോനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സിവിൽ ലോ ആൻഡ് ക്രിമിനൽ ലോ. ബിസിനസ് ലോ എന്ന് പറയുന്നത് സിവിൽ ലോൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ബിസിനസ് ലോ മീൻസ് ലോ റിലേറ്റിംഗ് ടു ബിസിനസ്. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ലോസിനെയാണ് നമ്മൾ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലോ റിലേറ്റിംഗ് ടു ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. നിങ്ങൾക്കറിയാം, ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡ്, ഇൻഡസ്ട്രി, കൊമേഴ്സ് ആണ് അതിൽ വരുന്നത്. ഇത് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നിയമങ്ങളെയാണ് നമ്മൾ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ബിസിനസ് ലോൻ്റെ മറ്റൊരു പേരാണ് മെർക്കൻറ്റൈൽ ലോ അല്ലെങ്കിൽ ലോ, കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്നത്. അത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് അത് മറന്നു പോകരുത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് മെർക്കൻറ്റൈൽ ലോ, ലോ ഓഫ് മെർക്കൻറ്റ്. ബിസിനസ് ലോ ഈസ് എ വൈഡ് ടേം ആൻഡ് എംബറാസസ് ഓൾ ലീഗൽ പ്രിൻസിപ്പിൾസ് കൺസേണിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലീഗൽ പ്രിൻസിപ്പിൾസും ബിസിനസ് ലോയിൽ ഉണ്ട്. അതായത് ബിസിനസ്സും ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. സപ്പോസ് ഓരോ ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട്, നിങ്ങൾക്കറിയാം, ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഉണ്ട്. സ്മോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കമ്പനി ഉണ്ട്. ഇങ്ങനെ ഓരോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് ബിസിനസ് ലോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ ലോസ്, എല്ലാ ബിസിനസ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോമൺ ലോസും ബിസിനസ് ലോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കോമൺ ലോ എന്ന് പറയുന്നതാണ് കോൺട്രാക്റ്റ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ എല്ലാ ബിസിനസ്സിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം ബിസിനസ് ലോ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ബിസിനസ് ലോൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. According to S.R. Dava, business law means that branch of law which is applicable to or concerned with trade and commerce in connection with various mercantile or business transactions. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ബിസിനസ് ലോൻ്റെ സ്കോപ്പ് എന്നുള്ളത് നോക്കാം. അതായത് ഏതൊക്കെ ആക്റ്റുകൾ ബിസിനസ് ലോയിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930,
Indian Partnership Act 1932, Insurance Act 1972, Arbitration and Conciliation Act 1996, Law of Insolvency, Law Relating to Carriage of Goods. ഇത്രയും ആക്റ്റുകളെല്ലാം തന്നെ ബിസിനസ് ലോയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആക്ട് പാർട്ണർഷിപ്പ് ആക്ട് 1932 മാത്രമാണ്. അതുകൂടാതെ ബാക്കി വരുന്ന ഓരോ ആക്റ്റുകളും നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ആക്റ്റുകളെല്ലാം തന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്റ്റുകളും തന്നെ ബിസിനസ് ലോയിൽ വരുന്നതാണ്. സോഴ്സസ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ലോ. ഇന്ത്യൻ ബിസിനസ് ലോൻ്റെ സോഴ്സുകൾ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ, സ്റ്റാറ്റ്യൂസ് ഓഫ് ഇന്ത്യൻ ലെജിസ്ലേച്ചർ, ജുഡീഷ്യൽ ഡിസിഷൻ ആൻഡ് പ്രസിഡൻസ്, കസ്റ്റംസ് ആൻഡ് യൂസേജ്. ഇതിൽ നിന്നെല്ലാമാണ് ഇന്ത്യൻ ബിസിനസ് ലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Indian Contract Act 1872. In India, law relating to contract is contained in Indian Contract Act 1872. The Act came into force on 1st day of September 1872 and it applicable to whole India except the state of Jammu and Kashmir. The Act does not deal with all the branches of law of contract. Contract relating to Partnership, Sale of Goods Act and Negotiable Instrument Act are outside the scope of Indian Contract Act. ഇന്ത്യയിൽ കോൺട്രാക്ട് റിലേറ്റഡ് ലോസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് 1st സെപ്റ്റംബർ 1872 ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. പാർട്ട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ഈ 3 ആക്റ്റുകളും ഒഴികെ വരുന്ന എല്ലാ കോൺട്രാക്റ്റ് ആക്റ്റുകളും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വരുന്നത് സെക്ഷൻ 1 to 75 വരെയും പാർട്ട് 2 വരുന്നത് സെക്ഷൻ 124 to 238 വരെയുമാണ്. Part 1 consists of section 1 to 75 which deal with the general principles of law of contract applicable to all contract irrespective of their nature. Part 2 consisting of section 124 to 238 deals with the special contract like indemnity and guarantee, bailment and pledge, agency etc. Part 1 വരുന്നത് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 1 to 75 വരെയാണ്. ഈ സെക്ഷൻ 1 to 75 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാ കോൺട്രാക്റ്റിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോ ആണ്. പാർട്ട് 2 വരുന്നത് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ 124 മുതൽ 238 വരെയുള്ള സെക്ഷൻസ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പെഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചാണ്. സ്പെഷ്യൽ കോൺട്രാക്റ്റുകളായിട്ടുള്ള ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, ഏജൻസി ഇവയൊക്കെയാണ് പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഓരോ ടേമും എന്താണെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ കോൺട്രാക്റ്റ് ആക്ടിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1 to 75 124 to 238 1 to 75 ജനറൽ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. പാർട്ട് 2 124 to 238 സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ് അങ്ങനെയുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. Indian Contract Act deals with the general principles applicable to all contracts, conditions which are essential for making a valid contract, principles applicable to quasi contract, principles which are applicable to few special contract, contract of indemnity, guarantee, bailment and agency, contract of agency etc. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വരുന്നത് എല്ലാ കോൺട്രാക്റ്റിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അത് എന്തെല്ലാം എസെൻഷ്യൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ക്യുസി കോൺട്രാക്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നുണ്ട്. ക്യുസി കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. പിന്നെ സ്പെഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
The law of contract deal with the agreement which can be enforced through law court. Law of contract is the most important branch of mercantile law. It affects every person in one way or others, as all of us enter into some kind of contract every day. The object of law contract is to introduce definiteness in commercial and other transactions and to ensure realization of reasonable expectation of parties who enter into a contract. ഈ കോൺട്രാക്ട് ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ് മെർക്കൻറ്റൈൽ ലോൻ്റെ. മെർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്നത് തന്നെയാണ് ബിസിനസ് ലോ. ബിസിനസ് ലോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ് കോൺട്രാക്ട് ലോ എന്ന് പറയുന്നത്. കാരണം ഒരു ബിസിനസ്സിന് വേരിയസ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടി വരും. സോ കോൺട്രാക്ട് ലോനെ പറ്റിയിട്ട് നല്ലൊരു അവയർനെസ് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ് ഡിസിഷൻസ് സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതവരെ ഹെൽപ്പ് ചെയ്യും. കോൺട്രാക്ട് റിലേറ്റഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺട്രാക്ട് ലോ എന്ന് പറയുന്നത് ബിസിനസ് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ അല്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വേരിയസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ആ കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ആണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ റൈറ്റാണുള്ളത്, എന്തൊക്കെ ഡ്യൂട്ടീസാണുള്ളത്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പം എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണുള്ളത്, ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണുള്ളത്, നമ്മളൊരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇത്രയും നേരം കോൺട്രാക്റ്റ് ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ആ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? കോൺട്രാക്റ്റ്. എന്താണ് കോൺട്രാക്റ്റ്? The word contract is derived from the Latin word contractum, which means drawn together. It denotes a drawing together in the minds of two or more persons to form a common intention, giving rise to an agreement. A contract is an agreement enforceable by law which offers personal right and imposes personal obligation, which the law protect and enforce against the parties to the agreement. ലോ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ വാട്ട്സ് എ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ്. സോ therefore a contract essentially consists of two elements. First one agreement and enforceability. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറഞ്ഞു എന്ത് ഒരു ലോ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ രണ്ട് എലമെൻ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? എഗ്രിമെൻറ്റും ആ എഗ്രിമെൻറ്റിൻ്റെ എൻഫോഴ്സിബിലിറ്റിയും. എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിയമപരിരക്ഷേനെയാണ് നമ്മൾ എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് എഗ്രിമെൻറ്റ്, എന്താണ് എൻഫോഴ്സിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പം എഗ്രിമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ 2E defines an agreement as every promise and every set of promises forming a consideration for each other. In other words, an agreement is formed where one party makes the proposal and other party accepts it. ഒരു പാർട്ടി ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യുന്നു, മറ്റേ ഒരു പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എഗ്രിമെൻ്റായി. അപ്പോൾ അവിടെ നമ്മൾ ഒരു പുതിയൊരു ടേം പഠിച്ചു, പ്രപ്പോസൽ. എന്താണ് ഈ പ്രപ്പോസൽ? പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരാഗ്രഹം പറയാണ്. ആ ആഗ്രഹം ഓപ്പോസിറ്റുള്ള ആൾക്ക് സ്വീകരിക്കാം, അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. നമ്മൾ ഒരാഗ്രഹം പറയുന്നു, ആ ആഗ്രഹം ഓപ്പോസിറ്റുള്ള ആൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എഗ്രിമെൻ്റ് ആവും. നമ്മൾ പറയുന്ന ഈ ആഗ്രഹത്തിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മാരുതി കാറ് 2 ലക്ഷം രൂപയ്ക്ക് എൻ്റെ സുഹൃത്തിന്
കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയാണ്, ഞാൻ എൻ്റെ മാരുതി കാർ നിനക്ക് 2 ലക്ഷം രൂപയ്ക്ക് തരാം. അപ്പം ഞാൻ എൻ്റെ മാരുതി കാർ 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നതാണ് അവിടെ പ്രപ്പോസൽ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയണം, ഓക്കെ ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് നിൻ്റെ കാറ് വാങ്ങാൻ റെഡിയാണെന്ന് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞ പ്രപ്പോസൽ എൻ്റെ സുഹൃത്ത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പം അതൊരു എഗ്രിമെൻ്റായി. ഞാൻ പറഞ്ഞ പ്രപ്പോസൽ അവർ ആക്സെപ്റ്റ് ചെയ്ത സമയത്ത് അതിനെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രപ്പോസൽ പറയുന്നു, പറഞ്ഞ സമയത്ത് അത് ആർക്കാണോ ആ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് അയാൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റായി. ഇനി ഈ എഗ്രിമെൻറ്റിന് നിയമത്തിൻ്റെ പരിരക്ഷ കൂടി ഉണ്ട് എങ്കിൽ, അതായത് നമ്മൾ അതൊരു ഡോക്യുമെൻ്റായി എഴുതി രജിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരു കോൺട്രാക്റ്റായി മാറി. സോ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റാണ് എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റിയും. Section 10 of the Act defines all agreements are contracts if they are made by free consent of parties competent to contract for a lawful consideration and a lawful object and are not hereby expressly declared to be void. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 10 പറയുന്നത് എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആണ്. എങ്ങനെയാണെങ്കിൽ അത് പാർട്ടീസിൻ്റെ ഫ്രീ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുന്നത്. മാത്രമല്ല ആ എഗ്രിമെൻറ്റിന് ഒരു ലോഫുൾ കൺസിഡറേഷനും ലോഫുൾ ഒബ്ജക്റ്റും വേണം. അത് വോയിഡ് ആവാനും പാടില്ല. വോയിഡ് ആവാത്ത ലോഫുൾ കൺസിഡറേഷനും ലോഫുൾ ഒബ്ജക്റ്റുമുള്ള പാർട്ടീസ് ഫ്രീ കൺസെൻറ്റോട് കൂടി ജോയിൻ ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ എൻഫോഴ്സ് ചെയ്യുന്ന എഗ്രിമെൻ്റാണ് അപ്പോൾ ഒരു കോൺട്രാക്റ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഗ്രിമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഓഫറും ആക്സെപ്റ്റൻസും മാത്രമാണ് ഉണ്ടാക്കുക. എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓഫറും ആക്സെപ്റ്റൻസും ലോൻ്റെ എൻഫോഴ്സിബിലിറ്റിയും കൂടി വരികയാണെങ്കിൽ അതൊരു കോൺട്രാക്റ്റായി മാറി.